നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചിലപ്പോൾ ഒരു ഗെയിം ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഗെയിമുമായി റിലേറ്റ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും നമുക്ക് ആദ്യ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ തരാം. അത് പ്ലേ സ്റ്റോറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗൂഗിളിൻ്റെ കാര്യത്തിലായാലും നമ്മൾ എന്ത് കാര്യമാണോ ആദ്യം സെർച്ച് ചെയ്തത് അതായിരിക്കും പിന്നെ നമ്മൾ ഏതൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഒരു സാധനമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മളൊരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കും നമുക്ക് യൂട്യൂബ് കാണിച്ചു തരാം. ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് പ്ലേ സ്റ്റോർ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇങ്ങനൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്കാണ് എത്താൻ സാധിക്കുക. ഇവിടെ ഗൂഗിളിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മുടെ ഡാറ്റ സേവ് ചെയ്തതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഓപ്ഷൻ, അതിനകത്ത് ഒരു ആരോ മാർക്കുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ മാനേജ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 1049 ആപ്പ് ഞാൻ ഇതുവരെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്നില്ല. ഇതുവരെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതും 1049 ആപ്പ് ഞാൻ ഉപയോഗിച്ച് അൺഇൻസ്റ്റാൾ ആക്കിയതും ഇപ്പോൾ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആപ്പുകളുടെ ലിസ്റ്റ് കാണാം. 1049 ആപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പാണോ നിങ്ങൾക്ക് ഇനി മുന്നിൽ കാണേണ്ട എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ്, ഈ ആപ്പ് ഞാനിവിടെ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ എൻ്റെ മുന്നിലേക്ക് സജഷനായിട്ട് വരില്ല. അത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് പ്ലേ സ്റ്റോർ തന്നെ ഇട്ട് തരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ചില ഗെയിം ആപ്പുകളൊക്കെ എത്തുന്നത് നമുക്ക് ഒരുപാട് ശല്യമുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളായിരിക്കും. ജസ്റ്റ് എപ്പോഴെങ്കിലും നമ്മളെ കുട്ടികളാരെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ഗെയിം ആപ്പുകൾ മാത്രമായിരിക്കും പ്ലേ സ്റ്റോറിൽ കാണാം. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഗെയിം ആപ്പ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കാണില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.